2026 ജനുവരി 26 നാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ആ പരേഡിന് സാക്ഷ്യം വഹിക്കാനായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഉന്നതർ എത്തും എന്നുള്ളതാണ് വിവരം. അതിനോടനുബന്ധിച്ച് തന്നെ വരുന്ന മറ്റൊരു വാർത്ത, ജനുവരി 27 ആ ഒരു കരാർ യാഥാർത്ഥ്യമാകുന്നു. സ്വതന്ത്ര വ്യാപാര കരാർ, ദീർഘകാലമായി ചർച്ചയിലുണ്ടായിരുന്ന ഒരു കരാർ യാഥാർത്ഥ്യമാകുന്നു. ആ കരാറ് ജനുവരി 27 ഒപ്പുവെക്കും എന്നാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അംബാസഡർ ഹെർ ഡെൽഫിൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് $136 ബില്യൺ കരാറാണ്. വളരെ കാലമായി ചർച്ച നടക്കുന്നതാണ്. ഇപ്പോഴും തീരുമാനമാകാത്ത ചില വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് കാറിന്റെ ഇറക്കുമതി, സ്റ്റീലിന്റെ ഇറക്കുമതി, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴും തീരുമാനമായിട്ടില്ലെങ്കിൽ തന്നെയും ഏറെക്കുറെ ആ 22 ഇന കരാറിൽ ഏറെക്കുറെ കാര്യങ്ങളിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തങ്ങൾ ആ കരാർ ഒപ്പിടുകയാണ്. കാരണം ഇന്ത്യക്ക് യൂറോപ്പിലെ ആകമാനം ഒരു വലിയ വിപണി തുറന്നു കിട്ടും. ഒപ്പം തന്നെ തങ്ങൾക്കും ഇന്ത്യയുടെ വലിയ വിപണി സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളത് ഒരു ഫ്രീ ട്രേഡിംഗ് കരാറാണ്. താരിഫുകളും മറ്റൊന്നും ഇല്ലാത്ത ഒരു സ്വതന്ത്ര വ്യാപാര കരാറ്. ഈ ഒരു കരാർ യാഥാർത്ഥ്യമായാൽ ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ജനുവരി മാസത്തിൽ തന്നെ ഇസ്രയേലുമായിട്ട് സമാനമായി തന്നെ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ ഒപ്പുവെക്കുന്നുണ്ട്. മറ്റു ചില രാജ്യങ്ങളുമായിട്ട് തന്നെ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം, താരിഫുകൾ ഇല്ലാത്ത, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു ലോകമുണ്ടാകണം, അതിന് സ്വതന്ത്ര വ്യാപാര കരാറുകൾ മാത്രമേ ഉപകരിക്കൂ എന്നാണ് പറഞ്ഞത്. ഏതായാലും അത്തരത്തിലൊരു വലിയ നീക്കം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ചർച്ച നടക്കുന്ന ഒരു വലിയ കരാർ ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്കാകുന്നു. ന്യൂസ് ഡെസ്ക്.